Aliens. രത്നം, ഉറങ്ങിയോ? നാളെ വരുമെന്നാ ഞാൻ വിചാരിച്ചത്. അതിന് ഞാൻ എങ്ങും പോയിട്ടില്ലല്ലോ. എന്റെ രത്നത്തെയും മക്കളെയും വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നാളെ വരുമ്പോ എന്നത്തെ പോലെ ഒരു പിടി ചോറ് തരണമെന്ന് വിചാരിച്ചതാ ഞാൻ. അതിനെന്താ, ഞാൻ നാളെയും വരാല്ലോ. അപ്പൊ ഇവിടെ നടന്ന പുകിലൊന്നും പറഞ്ഞില്ലേ? ഇവിടെ ഓണമൊന്നുമില്ല. തങ്കം, തങ്കം, അവൻ വന്നാടേ. കരയാൻ വിളിക്കുന്നു. നീ രാവിലെ എന്നെ പറ്റിച്ച്. എന്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് നീ പറ്റിച്ചു. എടേ, ഇന്നത്തെ എന്റെ ദിവസം നിനക്കറിയാം, വാല് തീ പിടിച്ചുള്ള ഓട്ടോ ആയിരുന്നു ഞാൻ. അത് കുഴപ്പമില്ല, അത് ഞാൻ വിട്ട് ഞാൻ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞല്ല? അത് കഴിഞ്ഞു. ഇനി എന്താ? വേറൊരു കാര്യമുണ്ട്. നീ എന്നെ പറ്റിച്ചോ, അവളെ പറ്റിച്ചോ, ഇവിടെയൊക്കെ പറ്റിച്ചോ, ഈ നാട്ടുകാരെ പറ്റിച്ച ആൾക്കാരും പോലും നമ്മളെ വഴി നിർത്തി പരാതി പറയരുത്. നീ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കറക്കാതെ നേരിട്ട് കാര്യം പറ. എന്താ പ്രശ്നം നിന്റെ? നീ മാവേലി പറ്റിച്ചതിന്? മാവേലി നാളെ വരെയല്ലേ ഉള്ളൂ. മാവേലി ഉടായ്പ കാണിക്കുന്നതിൻ്റെ അടുത്ത് ആ സുധാകരൻ മാവേലി പറ്റിച്ചെന്തിനാ ചോദിച്ചത്? മാവേലിയായിട്ട് വന്ന ആളാ? അയാൾ എന്ത് ചെയ്തോ? അയാളെ ഒന്നും ചെയ്തില്ല. പിന്നെന്താ? അയാളെ പറ്റിക്കാൻ തോന്നുന്നു. അയാൾക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തു, അത് നടന്നില്ല. അടുത്ത കൊട്ടേഷൻ കൊടുത്ത് നടന്നില്ല. മൂന്നാമത്തെ കൊട്ടേഷൻ കൊടുത്തു, അത് നടന്നില്ല. എന്തെങ്കിലും നടന്നോ? ഇടേ, അത് നടക്കാത്ത ഒന്നും എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അയാളെ സമയദോഷം കൊണ്ടാണ്. ക്ലബ്ബിൽ ലാസ്റ്റിൽ കരിയില മാടം കെട്ടാൻ പോയി. കരിയില മാടം കെട്ടാൻ ഞാൻ അവിടെ മഴ പെയ്ത് ക്ലബ്ബുകാർ പരിപാടി മാറ്റി വെച്ചു. അത് എൻ്റെ കുറ്റമാണോ? എന്താ എൻ്റെ കുറ്റമാണോ? അത് ശരിയാടാ. ഇവിടെ മാവേലിയായിട്ട് വന്ന്, അത് കഴിഞ്ഞിട്ട് പുലിയായിട്ട് വന്ന്, അത് കഴിഞ്ഞ് കരിയില ബുദ്ധിമുട്ടി മനസ്സിലാക്കണുണ്ടാ? ഇവൻ ഓരോ താളത്തിൽ പറയുമ്പോൾ അവനത്ത് അവൻ തുള്ളി പാപ്പട്ടെ. അതിന് എന്റെ ബുദ്ധിമുട്ട് പോലെ നീ അറിഞ്ഞാ? എന്താ? നീ ഒന്നും അറിഞ്ഞില്ലല്ലോ. രാവിലെ മാവേലിയാക്കി, അത് കഴിഞ്ഞ് അത് നടക്കാവുന്ന അയാളെ കൊണ്ടുവന്ന് പുലിയാക്കി, പുലി കഴിഞ്ഞിട്ട് കരിയില മാടനാക്കി. ഇതൊന്നും നടക്കാത്തത് എന്റെ കുഴപ്പമാണ്. അല്ല ശരി, ഇത്രയും ബുദ്ധിമുട്ടി കാലത്തെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് വേണ്ടി ആ പണിയെടുത്ത ആ മനുഷ്യന് എന്ത് കൊടുത്തു? എത്ര രൂപ കൊടുത്ത്? പണിയെടുത്തെന്ന് പറഞ്ഞാല് അയാളെ പണി നടന്നില്ല. അത് നിനക്കറിയാമോ? പണിയെടുക്കാത്ത ഒരാളിനെ എങ്ങനെ കൊടുക്കും? 2000 രൂപ അവന്റെ ശമ്പളം ഉണ്ട് ഒരു ദിവസം പണി നടന്നെങ്കിൽ. പക്ഷെ പണി നടക്കാത്തവന് ഞാൻ എന്തിനു കൊടുക്കണം? ഞാൻ എന്ത് ചെയ്ത് 101 രൂപ വണ്ടിക്കാശ് കൊടുത്ത് വിട്ട് വീട്ടിൽ പോയി. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. അതുപോലെ പിന്നല്ലാതെ രാവിലെ തൊട്ട് നടന്ന ആൾക്കാ. എന്റെ ലില്ലിമോളെ, അവന് വീടൊരത്ത് 50 രൂപ വണ്ടിക്കാശ്, എന്നാലും 50 രൂപ ബാക്കിയുണ്ട് കയ്യിൽ. കിളക്കാൻ വരുന്ന 1200 കൊടുക്കണം. കിളക്കാൻ വന്നോ കിളച്ചിട്ടല്ലേ കൊടുക്കുള്ളൂ, അല്ല മമ്മട്ടിയും കൊണ്ടുവന്നാൽ കൊടുക്കുവോ? അത് കൊടുക്കൂല്ലോ എല്ലാവരും. തെറ്റാണെങ്കിൽ തെറ്റാന്ന്. നിങ്ങളൊക്കെ എന്തോ പറയും. എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ആരും മനസ്സിലാക്കുന്നത്? എനിക്ക് വരാനും പൈസയൊന്നും കിട്ടിയിട്ടില്ല. അല്ല, ആരെ പോയി രാത്രി കളിക്കാൻ വന്നു? അവിടെ പോയി. അമ്മാവ രാവിലെ മുതൽ വൈകുന്നേരം പോയി കോലം കെട്ടിച്ചിട്ട് അവന്റെ കയ്യിൽ ഒരു 101 രൂപ എടുത്ത് കൊടുത്തേക്കണേ. ഒരു പകുതി പൈസ കൊടുക്കണ്ടേ? എടാ, നിങ്ങളാരും ഇപ്പൊ വിഷമിക്കണ്ട. അവന് ഞാൻ വേറെ കൊട്ടേഷൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസിന് അവന് ക്രിസ്മസ് പാപ്പ. ഓണം കഴിഞ്ഞല്ലേ ക്രിസ്മസ് ഉള്ളു. അതുകൊണ്ട് ഞാനിപ്പോ ഒരു നല്ല ദിവസമായിട്ട് നമ്മളെ പോലെ അല്ലേ ഒരാൾ ഓണമായിട്ട് നിന്നെ പ്രതീക്ഷ ഇറങ്ങി വന്നതാണ്. അവന്റെ കയ്യിൽ ഒരു 1000 2000 രൂപ അവന്റെ ശമ്പളം. ഒരു 1000 രൂപ കൊടുക്കണ്ടേ? അവൻ എന്റെ അടുത്ത് പരാതിയായിട്ട് വന്നു. അയ്യോ, പരാതിയായിട്ട് വന്ന് നീ കൊടുക്കാൻ നിനക്ക് അത്ര ദണ്ണാണെങ്കിൽ പിന്നെ അല്ലാതെ ഇതൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ വഴക്കൂടാതൊന്ന് നിർത്താമോ? അമ്മ വഴക്കല്ല, ഇതൊന്ന് ആലോചിച്ചോക്കാം. ഇവിടെ കാര്യം നല്ലൊരു ദിവസമാണ് വരുന്നത്. ഈ നല്ല ദിവസമായിട്ട് ഈ വേദി കാണിക്കുന്ന തെണ്ടിത്തരത്തിന് ഉത്തരം പറഞ്ഞ ഞാനാണ്. എടാ, ഞാൻ തെണ്ടിത്തരം കാണിച്ച കാര്യമുണ്ട്. നീ ചുമ്മാ ആവശ്യമില്ലാതെ എഴുതാപ്പുറം വായിക്കല്ലേ? പിന്നെ അല്ലാതെ ഇതിപ്പോ ഒരുത്ത മാത്രമല്ല, ഇനി ഇതുപോലെ പലരും വരുമ്പോ ഞാൻ എന്താ ചെയ്തോളാം. മര്യാദക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ലത്. എങ്ങനെ സദ്യ കഴിച്ചോണ്ടിരിക്കുമ്പോ ആയിരിക്കും അടുത്ത പരാതി. നീ അവിടെ സദ്യ കഴിച്ചോ, ഞാൻ ഇവിടെ സദ്യ കഴിച്ചോ. നീ നീ നിൽക്കണ്ട.
വേണ്ടെന്നേ അവൻ പറഞ്ഞാണ് കറക്റ്റ്. നീ എടുത്ത് സദ്യ ഉണ്ടാണെന്ന് പറഞ്ഞ ആരും നോക്കിയിരിക്കണ്ട. അവരുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കി അത് മതി, അത് മതി. പിന്നല്ലാതെ ഞങ്ങളോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ലടാ. വേണ്ട വേണ്ട വേണ്ട, നീ എവിടെ ഉണ്ടാക്കി നീ എവിടെ കഴിച്ചോളാം. ഇവിടെ നമ്മുടെ അടുക്കൽ ഉണ്ടാക്കുന്ന സദ്യ നമ്മൾ കഴിക്കും. അവര് നമ്മളെ യാതൊരു ബന്ധമില്ല. പറഞ്ഞേക്കണം. നീ രാത്രി ഓരോ ഭ്രാന്ത് പറയാണ്ടിരിക്കണ. ലില്ലേ, ഞാൻ പറഞ്ഞാണ്. ഇതിന് മാത്രം ഇപ്പൊ എന്ത് കാര്യം ഉണ്ടായി? അതെ, ഇനി പാതിരാത്രി ആങ്ങളയോടൊപ്പം സദ്യ ഉണ്ടാക്കി തിന്നിട്ടേ വരുവുള്ള. വരണമെങ്കിൽ വാങ്ങിച്ചോളൂ. ഏട്ടാ ഏട്ടാ നീ അവിടെ കത്തിക്കല്. അതിനാണോ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അതിലൊന്നും ഒരു കാര്യമില്ല. അവരെ നിനക്കറിയില്ലേ. നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ഞാൻ വരാം. അവന് നിങ്ങൾ ഈ അത്തപ്പൂവും കാര്യങ്ങളൊക്കെ ഇടുന്ന കണ്ടപ്പോഴത്തേന് ഇങ്ങ് വന്നേ പറ്റുള്ളൂ. പിന്നെ രാവിലെ ഞാൻ ബൈക്കിൽ പോയി കൂട്ടിക്കൊണ്ട് വന്നു. കൊള്ളാമോ? നല്ല ഡിസൈൻ ആണല്ലോ, നീട്ടാണ്. ഓ ഞാൻ വരച്ച അടിപൊളി. ഇവനും കൂടെ ഹെൽപ്പ് ചെയ്തിടാൻ. കുറച്ചുകൂടെ ഒന്ന് പിടിച്ചേക്ക് മാച്ചിന് മാച്ച് പിടിക്കായിരുന്നില്ലേ? ഇതാണ് ഓണക്കോടി. ആ എങ്ങനെയുണ്ട്? കൊള്ളാം. നൈസല്ലേ? കൊള്ളാം. ഇടാ അങ്ങോട്ട്, പൂവൊക്കെ ഇട്. എത്രയാ അങ്ങോട്ട് ഇടാ അങ്ങോട്ട്. നല്ല ഡിസൈൻ ഏട്ടാ. കഴിഞ്ഞാ ഇത്രേ ഉള്ളൂ. പോരെ നേരത്തെ പറഞ്ഞ കുറച്ചുകൂടി വലിയൊരു ഡിസൈൻ ഞാൻ വരച്ചിരുന്നു. ഇത്ര പോകണ്ടായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നല്ലോ. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനെക്കാട്ടി വലുതാക്കും. ആ പണ്ട് വലുത് മക്കളെ പൂവിടൽ കഴിഞ്ഞില്ലേ നീ? ആരൊക്കെ അല്ല ഇപ്രാവശ്യം ചേച്ചിയുടെ കൂടെയാണോ ഓണോ? ആ ഇപ്രാവശ്യം പിന്നെ ചേച്ചിയുടെ കൂടെ. അവിടെ പൂക്കളൊന്നും ഇല്ലേ? ഇവിടെ ചെറിയ പൂക്കളില്ലേ, ഇതല്ലേ വലുത്. എടാ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവനവന്റെ മുറ്റത്തുള്ള പൂക്കളത്തിനൊരു പെരുമ വേറെ അല്ലേ? ചെല്ല് ചെല്ല്. ശരി തന്നെയല്ലേ? അല്ല അവൻ അവിടെ ഇരുന്നോട്ടെ. അവൻ ഇരുന്നോട്ടെ. എന്തായാലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ പോട്ടെ പോട്ടാടാ. നിങ്ങളുടെ അച്ഛന്മാരെ എണീച്ചില്ലേടി? ശ്രദ്ധിച്ചില്ല. വന്ന് നിങ്ങളുടെ അച്ഛന്മാർക്ക് ഓണം സംക്രാന്തി ഒന്നും ഇല്ലാണ്ടായി ഇപ്പോ. അല്ല അത് മറ്റേ അപ്പൊ പോന്നു പോയി സംസാരിച്ചു. എന്തിന്? കൊച്ചു കുട്ടികളാണ് അവര്. അവര് പഠിച്ചിട്ട് വരും. ഇല്ലെങ്കിൽ ഞാൻ വരുത്തിക്കും. നിങ്ങൾ പൂടാൻ നോക്ക്. തോന്നല്ല നമ്മൾ കഴിഞ്ഞു. ഇത് കുറച്ചിങ്ങനെ പരത്തി. ഇതോ ഇങ്ങോട്ട് പരത്ത്. ഇവിടെ ഒരു ചള്ള കണ്ടോ? ഇവിടെ ഒത്തിരി പരത്ത്. ഇങ്ങോട്ട്. ആ ആ ചായ തരുമോ? എണീറ്റാ? കുളിച്ച കുടുപ്പ് മാറ്റിട്ടൊക്കെ വാങ്ങിട്ടോ. എവിടെ പോയി? നമുക്ക് അപ്പുറത്തോട്ട് പോവാ. എപ്പുറത്ത്? വാന്നേ അപ്പുറത്തോട്ട് പോകാം. എന്തിനപ്പുറത്തോട്ട് പോണത്? എല്ലാ വർഷവും അങ്ങനെയല്ലേ? ആ എല്ലാ വർഷം അങ്ങനെ ആയിരുന്നല്ലോ. ഇനിയുള്ള വർഷങ്ങളിൽ അങ്ങനെ അല്ല. നിസ്സാര കാര്യത്തിന് എന്തിനാണ് ക്ലീറ്റോ? കരിയിലമാടൻ അതിന്റെ വഴിക്ക് പോയി പോട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. വെറുതെ ആവശ്യമില്ലാതെ രാവിലെ തന്നെ എൻ്റെ അടുത്ത് ഇതാക്കാൻ വരരുത്. മനുഷ്യനെ നിങ്ങൾക്ക് ഇവിടെ ഓണം ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ കൂടുക കേട്ടാ. എന്തൊരു കഷ്ടമാണ്. ഇന്നലെ രാത്രി വരെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കാന്നല്ലേ തീരുമാനിച്ചത്. എല്ലാ കൊല്ലം അങ്ങനെയല്ലേ?
ഡാഡി റെഡി ആയില്ലേ? റെഡി ആയിട്ട് എവിടെ പോവാൻ? എന്തിന്? ഇന്നലെ രാത്രി കഴിഞ്ഞ് ഇന്ന് തിരുവോണമല്ലേ ഡാഡി? ഉറങ്ങി എണീറ്റപ്പോൾ എല്ലാവർക്കും എല്ലാം പോയായിരിക്കും. എനിക്ക് അങ്ങനെ പോകില്ല. എൻ്റെ ഉള്ളിൽ കിടന്നേ അത് എന്നെ അത്രയ്ക്ക് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. എനിക്ക് അത്രയും വിഷമമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഓണമല്ല ഇവിടെ തന്നെയാണ്. ഇനി അവിടെ ഇവിടെ നിന്നുള്ള ഓണമൊന്നുമില്ല. അത് മതി. ഇത്ര നാൾ ഉണ്ടതൊക്കെ മതി. ഓണം ആഘോഷിക്കല്ലോ. ഇത്രയും നാൾ സന്തോഷമായിട്ട് ഓണം ആഘോഷിച്ച് എന്തുകൊണ്ടാ? അവ എന്നെ പലത് പറഞ്ഞാലും ഞാൻ ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് ഞാനങ്ങ് താന്നു കൊടുക്കുകയാണ്. താന്നു പിന്നെ അവ എന്നെ വീണ്ടും ചവിട്ടി താക്കാൻ നിന്ന് കൊടുക്കാൻ ഞാൻ മാവേലിയൊന്നും അല്ല അങ്ങനെ അങ്ങ് നിൽക്കാൻ. അങ്ങനെ താന്ന് നിൽക്കണത് ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മിണ്ടാതെ നില നിൽക്കണായിരുന്നു. അപ്പൊ എനിക്ക് നിനക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ താന്ന് നിൽക്കാടി. പിന്നെ ഞാൻ അന്തസ്സായിട്ടൊരു സ്ഥാപനം നടത്തുന്നത് എനിക്കറിയാതെ എങ്ങനെ കൊണ്ട് അതിൽ ഇവ ഇടപെടേണ്ട കാര്യം എന്താ? അവൻ്റെ പോലീസ് സ്റ്റേഷനിലെ കാര്യത്തിൽ ഞാൻ ഇടപെടണുണ്ടോ? ഇല്ലല്ലോ. അവൻ അഭിപ്രായം പറയാൻ വന്നേക്കും. ഒരുത്തൻ തോല് മാടനായിട്ട് അവൻ വന്ന് അത് നടന്നില്ലെങ്കിൽ എൻ്റെ കുഴപ്പമില്ല. മഴ പെയ്തതാണ്. അവന് കരിയിൽ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഏതെല്ലാം വീട്ടിൽ അലഞ്ഞെന്നറിയാമോ അവനെ തോല് മടനാക്കി എടുക്കാൻ. അവൻ്റെ മേക്കപ്പിന് കുഴപ്പമില്ല, വേറെ ഒന്നും. മഴ പെയ്ത് ക്ലബ്ബുകാർ പരിപാടി മാറ്റി വെച്ച്. അത് എൻ്റെ കുഴപ്പമോ? എന്നിട്ട് ഞാൻ എന്താ അന്തസ്സായിട്ട് അവനെ വെറും കോയോടെ വിട്ടില്ല. 101 രൂപ ഞാൻ എണ്ണി വെച്ച് കൊടുത്ത കയ്യിൽ. അപ്പോൾ പിന്നെ എവിടെ ന്യായം? അവന് പകുതി ശമ്പളമെങ്കിലും കൊടുക്കാൻ നിന്ന്. എനിക്ക് കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് അവനോട് അവര് വന്ന് പരാതി പറയുമ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യും? എന്നപ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാത്ത അത്ര ദണ്ണം ഉണ്ടെങ്കിൽ അവനാണ് വെച്ചോണ്ട് നടന്നു വെച്ചത്. അതാണ് ഇത് എൻ്റെ ആവശ്യമുള്ളൂ. ഇത് എൻ്റെ സ്ഥാപനം, ഞാൻ നടത്തുന്ന ബിസിനസ്. അതിൽ ഇവൻ ഇടപെടേണ്ട കാര്യം തോന്നുന്നു. ഇവൻ നാട്ടുകാരുടെ വേറെ പ്രശ്നത്തിൽ ഇടപെടേണ്ട. എന്തെല്ലാം ഇവിടെ കിടപ്പുണ്ട് പോലീസുകാർക്ക് തീർക്കാൻ. ഞാനൊന്നും ഉണ്ടാക്കണമല്ലോ. ഉണ്ടാക്കണ്ട. ഇവിടെ ഉള്ളത് വെച്ച് ഇവിടെ ഓണം കൂടിയാൽ മതി. പിന്നെ ഡാഡി ഇന്നും കൂടെ ഒന്ന് താന്നു. ഈ പറഞ്ഞത് വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടാ. ആ ഇവിടെ ഇന്ന് ചോറ് ഇന്ന് ഇറങ്ങുമില്ലെന്ന് എനിക്കൊന്ന് കാണണമല്ല. അപ്പൊ ഏട്ടൻ എന്തോ പറഞ്ഞു വരുന്നത്? നമ്മൾ മാത്രമായിട്ട് ആഘോഷിക്കാന്നാ? അതെ, ഇവിടെ നമ്മളല്ലേ ഉള്ളൂ. അങ്ങനെയാണോ പതിവ്? അതുമല്ലല്ലോ പ്രശ്നം. ഇപ്പൊ പ്രശ്നമുണ്ടല്ലോ, ഒരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന്റെ പേരിൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നു. നമ്മൾ മാത്രം ഇവിടെ ഓണം ആഘോഷിക്കുന്നു. ഇവിടെ ആരൊക്കെ ഉണ്ട് അവരെല്ലാം കൂടെ ചേർന്ന്. എന്ത് വലിയ പ്രശ്നം? എപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കാവണതല്ലേ? എപ്പോഴത്തേപ്പോഴല്ലോ ഇപ്പോ. ഇങ്ങനൊരു നല്ല ദിവസം അവൻ ആ ചിന്തയില്ലായിരുന്നല്ലോ. എന്തു ഏട്ടാ, ഒരു ഓണം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യണത്? ഒരുമിച്ച് ഇലയിട്ട് എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതൊക്കെയല്ലേ ഒരു സന്തോഷം. അതൊക്കെയായിരുന്നു സന്തോഷം. പക്ഷെ എനിക്കൊരു സന്തോഷം വേണ്ടടേ. ഇത് ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ ഈ പറഞ്ഞു വരുന്ന കണക്ക് ഞാൻ ഇവിടെ സ്റ്റേഷനിട്ട് ഇവിടെ ഇരിക്കേണ്ടി മിക്കവാറും. കാരണം ഇവ ഓരോ ദിവസം ഓരോരോ വേലത്തരങ്ങൾ ഒപ്പിച്ചോണ്ട് വരെയല്ലേ. ഇന്നലെ ആ പാവപ്പെട്ട എന്തോരോ കഷ്ടപ്പെടുന്നറിയാമോ? ഇന്നിപ്പോ ആരൊക്കെ പരാതിയിട്ട് വരും? ഇതിപ്പോ നിങ്ങളുടെ വഴക്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം അത് പറ. അതാ പറഞ്ഞത്, നമ്മളെല്ലാണ്ട് ഇവിടുന്ന് ആഹാരം കഴിക്കുന്നു, അത്ര തന്നെ. ഇലയിട്ട് ആഹാരം കഴിക്കും, തീർന്നു. ഉറപ്പാണ്? നിനക്ക് ചെവിക്കല്ലോ കുഴപ്പമുണ്ട്. ഞാൻ അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മുടെ ഓണം ഇവിടെ. ശരി, നമ്മുടെ ഓണം ഇവിടെ. ആരും പോണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോണില്ല. അല്ല, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഈ ഓണത്തിന് ഈ ഇല ഇല്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റൂല. സദ്യ കഴിക്കണ ഇലയെ തന്നെ. അത് കാര്യം വാഴ ഇല്ലായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ? വാഴ ഉണ്ടല്ലോ, വെട്ടങ്ങോട്ട്. ഒരു ആവശ്യമില്ലാത്ത കേസാണ് വല്ല പ്ലാറ്റിലും കഴിക്കേണ്ടതിന്. പിന്നെ പ്ലേറ്റിലാണ് കുറെ സദ്യ. ഓ സുലു ആന്റി, ഞാൻ മുത്ത്. എന്തായി അവിടെ? എന്തായി? അവിടെ പാചകമൊക്കെ കഴിയാറേ. ഞാൻ അമ്മ പറഞ്ഞിട്ടിട്ട് വന്നായിരുന്നു. എന്തോ? ഇനിയിപ്പോ അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, മറ്റേ ചെറിയ കളികളൊക്കെ ഉണ്ട്, ഓണക്കളികളാ. അപ്പൊ ആന്റി വരണേ. എല്ലാരും പോണം. നമുക്ക് രണ്ടുപേരും കൂടെ നമ്മൾ ടീമായിട്ട് നമ്മൾ കപ്പടിക്കുന്നു. ഓക്കെ? അല്ല, തമ്പിയങ്കളില്ലേ? തമ്പിച്ചേട്ട ഇല്ല, നാടകത്തിന്. ഇന്ന് നാടകമുണ്ട്. മക്കളെ പറഞ്ഞോ? അവിടെ അവ അവിടെ കളിച്ചോണ്ട് ഇരിപ്പുണ്ട്. ആന്റി വന്നാ മതി. എന്നിട്ട് ശരി. ശരിയാണ്. അപ്പോ നല്ലൊരു ഓണമായിട്ട് ഇത് എന്തൊരു അവസ്ഥയോ കൊച്ചേ. നല്ലൊരു ഓണമാ. എല്ലാ ഓണത്തിനും ഇങ്ങനെ തന്നെയല്ലേ. ഈ ക്ലീറ്റോക്ക് ഇത്തിരി ഒന്ന് ക്ഷമിച്ചാലെന്താ? അയ്യോ, അപ്പൊ ഏട്ടന് ക്ഷമിച്ചാലെന്താ? എടി, അവൻ മുൻകോപിയാന്ന് അവൻ അറിയത്തില്ലയോ? നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണോ? അങ്ങനെ ഇല്ല, കോപമൊക്കെ എല്ലാവർക്കും ഉണ്ട്. നീ നിന്റെ ഡാഡിയുടെ എന്തെങ്കിലും ഒരു ആവശ്യം വരട്ടെ, അപ്പോഴായിരിക്കും ഞാൻ പറയാൻ പോണത്. എല്ലാം രണ്ടുപേരും ഇതിലിപ്പോ കണക്കാണ്. രണ്ടുപേരും കണക്കാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ വിട്ടുവീഴ്ച ചെയ്യണം. ഡാഡിയുടെ സ്വഭാവത്തിന് ഡാഡി ഒന്നും ചെയ്യാൻ പറ്റില്ല. മാമൻ എന്തെങ്കിലും ചെയ്താ അപ്പൊ മാമൻ എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്യാൻ നിൽക്കുന്നല്ലേ? ഇപ്പൊ ഈ ദിവസം അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഞാൻ ഒന്നും പറയണില്ല. എന്റെ സ്വഭാവത്തിന് ഞാൻ ഇതൊന്നും ഉണ്ടാക്കേണ്ടതല്ല. എന്തായി മോളെ? ശരിയായോ? ശരിയാ, അവിയലും കൂടി ശരിയാവണം. ആണോ?
എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കണത്? ഒരു സന്തോഷവും സമാധാനം ഇല്ലാതെ. ശരിയാന്നേ. അവ എവിടെ പോയിടി? അവിടെ എവിടെയെങ്കിലും അല്ല പുറത്തോട്ട് പോയി. വല്ല മാറ്റം ഉണ്ടോ? ഇളകിയിരിക്കും എപ്പോഴും. നീ ഒന്നും സംസാരിച്ചില്ലേ? സംസാരിക്കാതെയാ. ഇന്നലെ രാത്രി മുതൽ ഞാൻ പറയണതാ. ദേഷ്യം വരുന്നുണ്ട്. പറഞ്ഞോ ഇങ്ങോട്ട് എടുക്ക്, ഞാനും കൂടെ അരിഞ്ഞു തരാം. എനിക്ക് ഇത് ഈ അവിയലിന്റെ കഷ്ണമായി ഞാൻ അരിഞ്ഞു തരാം. എന്നെ സമ്മതിച്ചില്ലല്ലോ. അതൊക്കെ കറിയാക്കാനാ. അത് വേണ്ട, നിന്റെ തുണിയിലാക്കണ്ട. അവിടെ എല്ലാം ശരിയായിട്ട് ഞാൻ ഈ തേങ്ങ ഒന്ന് പപ്പടം പൊള്ളിച്ചു, അവിടെ സാമ്പാർ വെച്ചു, എല്ലാം ശരി. ഇവിടെ ഈ അവിയലും കൂടി ആയാൽ മതി. ഞാൻ അവിയലിനുള്ള തേങ്ങ ഒന്ന് ഒതുക്കട്ടെ. ഇന്നത്തെ അരിഞ്ഞെടുക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട. നിന്റെ അടിക്ക് നല്ല ബുദ്ധി തരാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കും. റെഡിയല്ലേ? അതാണ് പാവ. ഇതിന് ഈ ഓണം ദിവസം ഒന്നും അവന്റെ വീട്ടിലിരുന്ന മനസ്സുറക്കില്ല കേട്ടോ. ഓണം നമുക്ക് കളറാക്കണം. എവിടുന്നാണ് ഇത്? എടപ്പഴിഞ്ഞ് ജംഗ്ഷനിൽ വന്നപ്പോഴേ ഓണാഘോഷ പരിപാടി. വെള്ളം കൂടി മത്സരത്തിൽ ഒരു കൊല കൈ കൊടുത്തു. 11 ഗ്ലാസ് വെള്ളം കുടിച്ചു. കൊല നീട്ടി. 11 ഗ്ലാസ് വെള്ളം കുടിച്ചാ? അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചില്ലേ? ഊണ് കഴിച്ചിട്ട് ഞാൻ പായസമൊക്കെ പൊതിഞ്ഞിട്ട് റോസ്മേരി നെയ്യാറ്റിങ്ങനെ അവരുടെ വീട്ടിലേക്ക് കയറ്റി വിട്ടിട്ട് വരുവാ. എന്നിട്ട് വെള്ളം കുടിച്ചു. എന്ത് കളി കളിക്കണം? പഴന്തീറ്റ മത്സരം. ലെമൺ ആൻഡ് സ്പൂൺ അത് കളിക്കാം. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി. മറ്റേത് കളിക്കണോട്ടാടി. പോരുന്നു മണി രാവിലെ. അത് കളിക്കാം. പൂ പറിക്കാൻ പോരുന്നു. അങ്ങനെ ഒരു കളിയുണ്ട്. അങ്ങനെ ഒരു കളിയുണ്ട്, നിങ്ങൾക്ക് അറിയില്ലല്ലോ. ആദ്യമേ മറ്റേത് ലെമൺ ആൻഡ് സ്പൂൺ. അങ്ങനല്ലേ? ലെമൺ സ്പൂൺ. അപ്പൊ പ്രിയമുള്ളവരെ, തിരുവോണ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ തിരുമറ്റിത അടുത്ത മത്സരം ഏതാണ്? അതിനായിട്ട് നമ്മുടെ കുടുംബത്തിലെ 4 മഹിളാരത്നങ്ങൾ അണിഞ്ഞൊരുങ്ങി മഹിളാ സുന്ദരികളായിട്ട് വരിവരിയായിട്ട് നാരങ്ങ കടിച്ചു പിടിച്ച് നിൽക്കണം. അപ്പൊ ഓരോ മത്സരാർത്ഥികളെ വരയിലേക്ക് ആനയിക്കാം. ആദ്യമായിട്ട് എത്തുന്നു ഞങ്ങളുടെ സ്വന്തം നമ്മുടെ കുടുംബത്തിലെ അയൽപക്കത്ത് നിന്ന് മറ്റൊരു സുന്ദരി കടന്നു വരുന്നു. അത് ആത്മാരുമല്ല, പക്ഷെ ഇവർക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. വിജയം എന്റെ കൈകളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു കൊണ്ട് വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തമായി അവളെ കുടുംബത്തിലെ മാനെ കാത്തു സൃഷ്ടിക്കും. ഇവിടുന്ന് സ്പൂണും നാരങ്ങ കൊണ്ടുപോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിപ്പകൾ ലില്ലി കരകൾ. അപ്പൊ മത്സരാർത്ഥികളെ ശ്രദ്ധയ്ക്ക്, അമ്മാവൻ വിസിൽ മുഴക്കുമ്പോൾ നിങ്ങൾ റൺ ചെയ്യുക. മഞ്ഞ ചരടിലെത്തുമ്പോൾ നിങ്ങളുടെ സ്പൂണിൽ നാരങ്ങ ഉണ്ടാവണം. റെഡി? 1 2 3. തൊട്ട് പിറകെ രണ്ടാമത്തെ വിജയം നമ്മൾ നിശ്ചയിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് ഒരേ ഒരു വിജയം തെരഞ്ഞെടുത്തുകൊണ്ട് നല്ലൊരു കൈ. അപ്പൊ അടുത്തതായിട്ട് സ്പൂൺ റേസിംഗിൽ നമ്മുടെ ജൂനിയർ വിഭാഗമാണ് വന്നിരിക്കുന്നത്. റെഡി? 1 2 3. അടുത്ത മത്സരം എന്താ? അടുത്ത മത്സരം നമുക്ക് അങ്ങ് തീരുമാനിച്ചാൽ മതി. നമ്മൾ തന്നെയല്ലേ എല്ലാം തീരുമാനിക്കുന്നവാ. പൂ പറിക്കാൻ പോരുന്നോ, പൂ പറിക്കാൻ പോരുന്നോ, പോരുന്നു മണി രാവിലെ, പോരുന്നു മണി രാവിലെ,
ആര് നിങ്ങൾക്കാവശ്യം ആര് നിങ്ങൾക്കാവശ്യം ലല്ലുനെ ഞങ്ങൾക്കാവശ്യം ലല്ലുനെ ഞങ്ങൾക്കാവശ്യം ആര് വന്ന് കൊണ്ടുപോകും ആര് വന്ന് കൊണ്ടുപോകും ഞാൻ വന്ന് കൊണ്ടുപോകും ഞാൻ വന്ന് കൊണ്ടുപോകും എന്നാലൊന്ന് കാണട്ടെ കാണാനൊരു ചുക്കൂല വലിച്ചിട്ടേക്കണവനെ ഇവിടെ ഈ വരയിൽ കാലിങ്ങനെ വെക്കണം കൊണ്ടിട്ട് കൊടുക്കണില്ലേ വലിച്ചെടുത്തോണേ കളിയാണ് ഓണക്കളിയാണ് പതുക്കെ ഇല്ലേ എന്തേട്ടാ സദ്യ വിളമ്പ് പിള്ളേരെ വിളിച്ചോ നമുക്ക് കഴിക്കാം അതിന് ഞങ്ങളെപ്പോഴേ കഴിച്ച് ഏട്ടനല്ലേ പറഞ്ഞു ഒന്നിച്ച് സദ്യ വിളമ്പണ്ടെന്ന് ഇലയിട്ടൊന്നും അത് പറഞ്ഞാൽ ഞാൻ അടുക്കളയിൽ നിന്ന് പിള്ളേർക്ക് വാരി കൊടുത്ത് ഞാനും കഴിച്ചു ഏട്ടൻ വേണമെങ്കിൽ കഴിച്ചു അവിടെ ഇരിപ്പുണ്ട് അമ്മ വെറൈറ്റി കളിയായിരുന്നു വാ നമുക്ക് കഴിക്കാം. എന്റെ പൊന്നടാ നിന്റെ അച്ഛന് ഞാൻ വച്ചൊരുക്കി കൊടുത്ത് ഗിരിരാജനും ഞാനും കഴിക്കുകയും ചെയ്തു. ഇനി നീ മാത്രമേ ഉള്ളു കഴിക്കാൻ. നീ പോയി കഴിക്കുക. ആണെന്ന് പറ പോലും. പോ. ഞങ്ങള് കഴിച്ചിട്ട് എത്ര നേരമായി? പ്ലേറ്റ് അറിഞ്ഞില്ലേ? ഞങ്ങളെല്ലാരും കഴിച്ചു. അവിടെ എല്ലാ സാധനവും ഇരിപ്പുണ്ട്. ആവശ്യത്തിന് എടുത്ത് കഴിച്ചോ. അച്ഛൻ പേര് ആരും ആഹാരം കഴിച്ചില്ല. നമുക്ക് കഴിക്കാം. അപ്പൊ അടുത്ത പാട്ട് ഒരു വേണം കഴിച്ചോട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് വാ. പറിക്കാൻ പോരുന്നു പോരുന്നു മതി പോരുന്നു പോരുന്നമ്മിണി രാവിലെ പോരുന്നമ്മിണി രാവിലെ ആരെയാണ് ആവശ്യം ആരെയാണ് ആവശ്യം തങ്കത്തിന് ഞങ്ങൾക്ക് ആവശ്യം വിശക്കുണ്ടോ? തങ്കത്തിന് ഞങ്ങൾക്ക് വിശപ്പുണ്ടോ? ആവശ്യം വിജയം നമ്മുടെ കൈകളിലാണ്. വിജയം നമ്മുടെ കൈകളിലാണ്. കരുത്ത് മുഴുവൻ കൈകളിലേക്ക് ആവാഹിച്ച് പിടിക്ക്. പിടിക്ക്, പിടിക്ക്, പിടിക്ക്. നമ്മളെ വാക്കിനും നമ്മളെ വിശപ്പിനൊന്നും ഒരു വിലയില്ല. അവനോ കഴിക്കണം. വിളമ്പിത്തരം അവരെ വിളിച്ചാലേ വാ. എന്തൊരു പണിയായിട്ട്. ഇപ്പൊ അവന് ജീവൻ കിട്ടി. അവന് ജീവൻ കിട്ടിയോ? പിന്നെ ഇവിടെ ഒരാൾ അങ്ങോട്ട് പോകുമ്പോ അവന് ജീവൻ കിട്ടി. ഈ പായൊന്ന് ഇരിച്ചിടും. ഞാൻ ഇല എടുക്കാം, കറികൾ എടുക്കാം. കറി താമസം അതുകൊണ്ട് ഇഞ്ചി അങ്ങോട്ട് പഠിച്ചിട്ടാണ് നൂത്തല്. അതെ ചോറെടുത്തു. ചോറെടുക്കാം. നീ നൂത്തിട്ട ഇത് ഞാൻ വിളമ്പാ. അതാ നീ വിളമ്പോ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് കഴിക്കോ അതോ ഞങ്ങളും കൂടി കൂടണോണ്ട് വിരോധമുണ്ടോ? അല്ല, കഴിച്ചെന്ന് പറഞ്ഞല്ലോ എല്ലാരും. എടാ, നിങ്ങൾ കഴിക്കേണ്ട ഈ വീട്ടിൽ ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? റൊണാൾഡേ, നോക്കി നിൽക്കാതെ എല്ലാവർക്കും ഇലടറാ. അല്ല പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് തന്നാ മാമാ. നിങ്ങൾ ഇപ്രാവശ്യം അടുത്തടുത്തിരിക്കണം. ഇരി, അവിടെ ഇരി, രണ്ടുപേരും ഇരി. അല്ല, ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, ഇരിക്കി നീ ഇരിക്കും. ഇരി.